ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പബ്ലിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല എന്താ പറയുക, ന്യൂ ഇയറിന് പുറത്ത് പോകുമ്പോൾ ഒരു അടിപൊളി ലുക്ക് ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടങ്ങാം. എന്തായാലും അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറാണ് മുഖത്തിട്ട് കൊടുക്കുന്നത്. പിന്നെ നിവ്യയുടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മോയ്സ്ചറൈസർ. അത് മുഖത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. മെല്ലെ മസാജ് ചെയ്താൽ മതി. അത് കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പ്രൈമറാണ്, 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് എന്ന് പറഞ്ഞാൽ മുഖത്ത് മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഏത് ഫൗണ്ടേഷനാണ് ഉള്ളത് അതാണ് ഇട്ട് കൊടുത്തോളുണ്ട്. ഇനിയിപ്പോൾ ഫൗണ്ടേഷന് പകരം BB ക്രീമാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളടുത്ത് സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് സെറ്റ് ചെയ്താലും മതി. എൻ്റെ അടുത്ത് രണ്ടുമുണ്ട്, പക്ഷേ ഞാൻ ഒന്ന് ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് കൺസീലറാണ് ഇട്ട് കൊടുക്കുന്നത്. മാക്കിൻ്റെയാണ്. അപ്പോൾ അതും ഇതുപോലെ ഡോട്ട് അധികമായിട്ടിടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ല സ്പോഞ്ച് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും സെറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ എൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുങ്ങനെ ഡോട്ടായിട്ട് ചെറിയ കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ഇതുണ്ട്. അപ്പോൾ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കൺസീലർ യൂസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൺസീലർ യൂസ് ചെയ്യണം, എന്നാലേ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്ത് നല്ല ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് സ്പോഞ്ച് വെച്ചിട്ടോ ഒക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും പറയുക എങ്ങനെയാണ് ചെയ്യണത് എന്താണെന്നൊക്കെ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് മുഖം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഗ്രീസായിട്ട് വരും, മുഖത്ത് ഇങ്ങനെ ഇത് വരും. അതുകൊണ്ടാണ് സെറ്റിംഗ് പൗഡർ വെച്ചിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഐബ്രോ ഒന്ന് എൻ്റെ കയ്യിൽ നന്നായി തിക്കില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈൻ വരച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ എനിക്ക് പെൻസിൽ വെച്ചിട്ടാണ് ഏറെ കംഫർട്ടബിൾ. ബ്രഷ് വെച്ചിട്ട് ഞാൻ ചെയ്യും, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് വരച്ച് അതിൻ്റെ കോമ്പ് കൊണ്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിളെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് പെട്ടെന്ന് ശരി. ഇനിയിപ്പോൾ പാർട്ടിക്ക് പോകണതായാലും ഇങ്ങനെ ഒരു സിമ്പിളായിട്ടാണെങ്കിൽ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും പൊതുവേ ഉള്ളതാണ് കണ്ണെഴുതി പൊട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് പോകണം. ഇനിയിപ്പോൾ കണ്ണെഴുതിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ മസ്കാര വെച്ചിട്ട് ഒന്ന് ലാഷ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പുറത്ത് പോകാനായിട്ട്. ഇതിപ്പോൾ നമ്മളൊരു ചെറുങ്ങനെ ഒരു പാർട്ടി പോലെ ഇതായുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്ത് നല്ല ഷേപ്പിൽ വരച്ചാൽ തന്നെ പകുതി നമ്മുടെ മുഖത്തിന് അടിപൊളിയാവും. ബാക്കിയാണ് കണ്ണ് ചെയ്യുക, ഐ ഷാഡോ കാര്യങ്ങൾ, കണ്ണെഴുതുക, അതൊക്കെ. ആദ്യം തന്നെ ഐബ്രോ ആണ് ഫസ്റ്റ് ലുക്ക്. ഐബ്രോ നന്നായി സെറ്റ് ചെയ്താൽ തന്നെ ഫേസ് നല്ല അടിപൊളിയാവും. അടുത്ത് ഞാൻ ഐ ഷാഡോ ഇടാൻ വേണ്ടി പോവുകയാണ്. ചെറുങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ മാക്കിൻ്റെ ഐ ഷാഡോ ആണ് ഞാൻ, ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ബ്രൗൺ ഏത് ബ്രാൻഡിൻ്റെ ആയാലും യൂസ് ചെയ്യുക. അടുത്തത് ഞാൻ ജെൽ ഐലൈനറാണ്, മേബിലിൻ്റെയാണ് യൂസ് ചെയ്യണത്. നിങ്ങളടുത്ത്
പെൻസിലുണ്ടെങ്കിൽ കാജലിൻ്റെ പെൻസിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ ജെൽ ഐലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് കുറേ ലാസ്റ്റ് ചെയ്യും കേട്ടോ. കണ്ണിൽ പരക്കൊന്നും ചെയ്യില്ല. എനിക്ക് നന്നായിട്ട് കംഫർട്ടബിളാണ്, പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് മേബിലിൻ്റെ ജെൽ ഐലൈനർ. നല്ല എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിളാണിത്. ഇതിങ്ങനെ പരന്ന് ഒന്നാവില്ല, നന്നായിട്ട് വരും. എനിക്ക് നന്നായിട്ട് ഇരിക്കേണ്ട, മറ്റുള്ളവരുടെ അറിയില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടും സെറ്റ് ചെയ്യാം. ഇത് ഞാൻ ലാക്മിയുടെ നമ്മുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അടിയിൽ ഞാൻ കാജൽ വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കണ്ണെഴുതിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് സ്പഞ്ച് ചെയ്യും, ബ്രഷ് വെച്ചിട്ട് സ്പഞ്ച് ചെയ്യാം. എന്നാൽ എനിക്ക് പെട്ടെന്ന് കൈ വെച്ചിട്ടൊന്ന് സ്പഞ്ച് ചെയ്യണതാണ് എനിക്ക് കംഫർട്ടബിൾ. ബ്രഷ് വെച്ചിട്ടും ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ കൈയൊക്കെ വെച്ചിട്ടല്ലേ, ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാഷസ് വയ്ക്കാൻ വേണ്ടി എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലാഷിൻ്റെ മുകളിൽ പീലിയുടെ മുകളിൽ നന്നായിട്ട് മസ്കാര ഇടുക ചെയ്യാറ്. 2 കോട്ട് മസ്കാര ഇടും. അപ്പോൾ കൺപീലി നന്നായിട്ട് വിടർന്നിരിക്കും. അങ്ങനെ ഫിക്സ് ചെയ്യണത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതിങ്ങനെ എക്സ്ട്രാ അങ്ങനെ ഒരു പൊന്തി നിൽക്കും, മുഖം തന്നെ ഒരു വേറൊരു ഫേസിലേക്ക് പോകും. ഇതാവുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞാൻ മസ്കാര ആണ് ഏറെ യൂസ് ചെയ്ത് 2 കോട്ട് ഇടും. അതുപോലെ തന്നെ ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മസ്കാര ഇടുമ്പോൾ ആദ്യം പൗഡർ ഇട്ടിട്ട് മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇതുണ്ട്, നന്നായി പീലികൾ വണ്ണായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, കട്ട കൂടില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കോണ്ടൂർ ചെയ്തു, ബ്ലഷ് ഇട്ട് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഫേസ് എല്ലാവരും ഇങ്ങനെ ചെയ്യണത്, എന്നാലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ എനിക്കൊരിഷ്ടം. അതുകൊണ്ടിട്ട് ഇങ്ങനെ പറയണത്. ഇവിടെ താഴെ ഇവിടെ, അതുപോലെ നോസിൻ്റെ അവിടെ, നെറ്റിയുടെ അവിടെ ഒക്കെ ഞാൻ ഇത്തിരി ബ്ലഷ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഹൈലൈറ്ററാണ് പിരികത്തിൻ്റെ ഇവിടെ. ഈ പിരികം നമ്മുടെ ഐബ്രോ നന്നായിട്ട് ഇങ്ങനെ വരച്ച പോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഹൈലൈറ്റർ ഇവിടെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കാണും, ഒന്ന് എടുത്ത് കാണിക്കും നമ്മുടെ പിരിക്കും. അതുകൊണ്ട് അവിടെ ഇത്തിരി ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നോസിൻ്റെ അവിടെ, ഈ ചീക്കിൻ്റെ അവിടെ, ഇവിടെയൊക്കെ ഞാൻ ലിപ്പിൻ്റെ അവിടെയൊക്കെ ഹൈലൈറ്റർ ഇട്ട് കൊടുത്ത് എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ഞാൻ ലിപ്പൊന്ന് വരയ്ക്കുകയാണ്. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. നിങ്ങളടുത്ത് ഇതിന് ഫേസസ് കാനഡയുടെയാണ് ലിപ്സ്റ്റിക്ക്. നല്ല ഇഷ്ടമാണിത്. കുഞ്ഞ് മിനി ബോട്ടിലാണ് വാങ്ങിക്കാറ്. ഇത് മിനി ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് കുറേ ഉപയോഗിക്കാൻ. വലുത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ യൂസ് ചെയ്യുമ്പോൾ കുറേ എക്സ്പീരി ആയിട്ട് പോവുകയും ചെയ്യും, നമുക്കറിയാം. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യം തീരുമ്പോൾ വാങ്ങിക്കാമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഞാൻ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത്, ഞാൻ പൊട്ടിട്ടിട്ടില്ല കേട്ടോ. നൈറ്റ് പാർട്ടിക്ക് പോകണ കാരണം പൊട്ടിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഒരു നെറ്റ് സാരിയാണ്, വൈറ്റ് ഇതാണ് ഇട്ടിട്ടുള്ളത്, ബ്ലൗസാണ് ഇട്ടിട്ടുള്ളത്. മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു പിങ്ക് പോലത്തെ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്, വെള്ള മുത്തിങ്ങനെ തൂങ്ങി കിടക്കണം. ഇങ്ങനെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഗെറ്റപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ബൈ.